إن الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായിട്ട് ജീവിക്കണേ എന്ന വസിയത്ത് ചെയ്യുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സാധാരണ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വന്നാൽ കുറച്ചു നേരം വീട്ടില് വർത്തമാനം പറഞ്ഞ് പുറത്തിറങ്ങും. 2-3 ആളുകള് അദ്ദേഹത്തെ കാത്തിരിക്കുക. ആ സമയത്താണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഓടി കതച്ച് പള്ളിയിൽ നിന്ന് വരുന്നത്. അദ്ദേഹം പെട്ടെന്ന് അബൂ മൂസൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പള്ളിയിൽ ഒരു കാര്യം കണ്ടു. കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടളഞ്ഞിരിക്കുന്നുണ്ട്. അതിലൊരാള് സബ്ബിഹു മിഅ എന്ന് പറയും. അപ്പൊ എല്ലാരും കൂടി സുബ്ഹാനല്ലാഹ് 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 100 പ്രാവശ്യം പറയും. എന്നിട്ട് അവരുടെ കയ്യിലുള്ള കല്ല്, ചെറിയ കല്ല്, അതുകൊണ്ട് അവർ എണ്ണം പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പറയും പിന്നെ ഹല്ലിലൂമിയ, എല്ലാവരും 100 പ്രാവശ്യം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അപ്പൊ അവരതങ്ങനെ ചൊല്ലും. പിന്നെ പറയും കബ്ബിറൂമിയ, 100 പ്രാവശ്യം എല്ലാവരും തക്ബീർ ചൊല്ലുക. അപ്പൊ അവരതങ്ങനെ പറയും. ചരൽക്കല്ല് ഉപയോഗിച്ച് അവർ എണ്ണം പിടിക്കുന്നുണ്ട്. ഈ ഒരു അത്ഭുത കാഴ്ച കണ്ടപ്പോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നതാണ് എന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ മസ്ജിദുൽ നബവിയിലെത്തി. അപ്പൊ അവരിങ്ങനെ ചെല്ലുന്നുണ്ട്. ഈ പരിപാടി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ആട്ടി പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് വസ്ത്രം പോലും നുരുമ്പി പോയിട്ടില്ല, പാത്രം പോലും കേടുവന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു ആചാരം, ഒരു ചടങ്ങ് നിങ്ങൾ ഈ പള്ളിയിൽ വെച്ച് നടത്തുകയാണോ എന്ന് പറഞ്ഞ് എല്ലാരെയും ആട്ടി പറഞ്ഞയച്ചു. അപ്പോ അവര് പറഞ്ഞു, മാ അറദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഇതുകൊണ്ട് നന്മയാണ് ഉദ്ദേശിച്ചത്. തസ്ബീഹ് ചൊല്ലുക, തക്ബീർ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമല്ലേ, അതുകൊണ്ട് നല്ലത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അങ്ങനെ നല്ലത് വിചാരിച്ച എത്ര ആളുകളാണ് പിഴച്ചു പോയിട്ടുള്ളത്. റുബ്ബ മുരീദിൽ ലിൽ ഖൈരി ലം യുസിബുഹു, എത്ര ഖൈർ ഉദ്ദേശിച്ച ആളുകൾക്കാണ് ആ ഖൈർ ലഭിക്കാതെ പോയിട്ടുള്ളത്.
പിന്നൊരു ഹദീസ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവസാന കാലക്കാരിൽ കുറച്ച് ആളുകൾ വരും, അവര് ഖുർആൻ ഓതും, പക്ഷേ അവരുടെ തൊണ്ടക്ക് താഴെ ആ ഖുർആനിന്റെ ഒരു കാര്യവും ഇറങ്ങിയിട്ടുണ്ടാവൂല. നിങ്ങൾ അതിലുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വരെ അവരോട് താക്കീത് നൽകി. പിന്നീട് അതിന്റെ അവസാനം പറയാണ്, ഇത് സുനനു ദാരിമിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദാരിമി തന്റെ സുനൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സഹീഹാണ് എന്ന് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പറയാ, പിന്നീട് ഗസ്വത്തു നെഹ്റുവാൻ യുദ്ധം നടക്കുമ്പോ ഈ ദിക്ർ ചൊല്ലിയിരുന്ന കുറച്ച് ആളുകളെ ഇസ്ലാമിനെതിരായി ഖവാരിജുകളുടെ കൂടെ യുദ്ധം ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഒരു കാര്യം എന്ന നിലക്ക് എത്ര നല്ല കാര്യമാണ് അവർ ചെയ്തത്. പക്ഷെ നല്ല ഒരു കാര്യം എന്ന നിലക്ക് റസൂലുള്ള മാതൃകയാക്കാത്ത ചില സംഭവങ്ങള്, ചില പ്രത്യേക സന്ദർഭങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചൊല്ലുമ്പോ അതിനെയാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അബ്ദഅ, ബദീഅ, പുതുതായി ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. മൊത്തത്തിൽ ഭാഷാർത്ഥം അങ്ങനെയാണ്. എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ഭാഷാർത്ഥത്തിൽ ബിദ്അത്താണ്, പക്ഷേ അത് കുറ്റകരമല്ല. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ബിദ്അത്ത് എന്ന് പറയുമ്പോ ചില ആളുകൾ, ഇതിൽ ന്യായീകരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ വീട് ബിദ്അത്തല്ലേ, മൈക്ക ബിദ്അത്തല്ലേ, അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനങ്ങൾ ബിദ്അത്തല്ലേ, പള്ളി ഉണ്ടാക്കൽ ബിദ്അത്തല്ലേ, വാഹനം ബിദ്അത്തല്ലേ, ഒക്കെ ബിദ്അത്താണ്, ഭാഷാർത്ഥത്തിൽ ബിദ്അത്താണ്. ഇസ്ലാമിലെ ഒരു കാര്യം ബിദ്അത്താകുന്നത് പടച്ച തമ്പുരാന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ചെയ്താൽ പ്രത്യേകം പ്രതിഫലം കിട്ടും എന്ന ഉദ്ദേശത്തോടു കൂടി ദീനിലുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം നിർവഹിക്കുമ്പോഴാണ് അതിന് ബിദ്അത്ത് എന്ന് പറയാം. ചിലർ പറയും ബിദ്അത്ത് ഹസനത്താണ്, നല്ല ബിദ്അത്ത്. അങ്ങനൊന്നുമില്ല. അത് ഇസ്ലാമിൽ ഉണ്ടാക്കുന്ന ബിദ്അത്ത് നല്ല ബിദ്അത്ത് എന്ന് പറയില്ല. അത് ഇസ്ലാമിൽ തെറ്റായ ബിദ്അത്താണ്. ഇസ്ലാം ഒരു കാര്യം വിലക്കിയാൽ പിന്നെ അതിന് നല്ലത് ചീത്ത എന്നതില്ല. സിന, വ്യഭിചാരം ചീത്തയാണ് എന്ന് ഇസ്ലാം പറഞ്ഞാൽ പിന്നെ നല്ല വ്യഭിചാരം മോശ വ്യഭിചാരം എന്നൊന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടാവില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിന് വിരുദ്ധമായി വരുന്നതാണ്. അപ്പൊ നല്ലത് ചീത്ത ഉണ്ടാവില്ല. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആദ്യം പലരും പല ഭാഗത്ത് നിന്ന് നിസ്കരിക്കുക, ഒറ്റക്കൊറ്റക്കായിട്ട്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. അപ്പൊ അവരോട് പറഞ്ഞു, ഇങ്ങനെയല്ല നല്ല, ഇത് ജമാഅത്തായിട്ട് ഒന്നിച്ച് നിർവഹിക്കുക. കാരണം അതിലുള്ളൊരു സംഗതിയാണ്, ഇസ്ലാമിലുള്ളൊരു സംഗതിയാണ്. തറാവീഹ് ജമാഅത്തായിട്ട്, റമളാനിലെ ഖിയാമുൽ ലൈൽ ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ്. അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പിറ്റേന്ന് ചെന്നപ്പോ അവരെല്ലാവരും ഒരു ഇമാമിന്റെ കീഴില് ജമാഅത്തായി നിസ്കരിക്കണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഈ ബിദ്അത്ത് എത്ര നല്ലതാണ്. അത് ഭാഷാപരമായിട്ടാണ്, ശറഇലല്ല, ഉള്ള ഒരു സംഗതിയാണ്. ശറഇൽ ഉള്ള ഒരു സംഗതിയെ പുനഃസ്ഥാപിച്ചു. ഒരാള് തീരെ സുന്നത്ത് നിസ്കരിക്കൂല, ളുഹറിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത്, അയാള് സുന്നത്ത് നിസ്കാരം തുടങ്ങി, അതൊരു ബിദ്അത്താണ്. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഭാഷാപരമായിട്ട് അത് കുറ്റപ്പെടുത്താവുന്നതല്ല. മറിച്ച് ഒരാള് എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം 10 സ്വലാത്ത് ചൊല്ലൽ പതിവാക്കി, അദ്ദേഹം വിചാരിക്കുന്നു ഇതെനിക്ക് നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്, അത് ബിദ്അത്താണ്. കാരണം അങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കാരണം ബിദ്അത്തിന് ഒരിക്കലും ഐക്യം ഉണ്ടാവില്ല. ബിദ്അത്തുകൾ ആര് നടപ്പാക്കുന്നുവോ അവിടെയൊക്കെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. നിസ്കാരത്തിന്റെ ശേഷം 10 സ്വലാത്ത് ചൊല്ലല് ദീനിൽ ബിദ്അത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, ചില പള്ളിയിൽ പോയാൽ 10 സ്വലാത്ത്, ചില പള്ളിയിൽ പോയാൽ 3 സ്വലാത്ത്, ചില പള്ളിയിൽ സ്വലാത്ത് ഇല്ല. കാരണം ബിദ്അത്താകുമ്പോൾ അതിന് ഐക്യം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 സ്വലാത്ത് ചൊല്ലൽ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ പറയണതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ഞാൻ ഇമാം ഷാഫിഈ എന്നാ പറഞ്ഞതിന്റെ ഓർമ്മ, അതല്ല, തെറ്റാ. ഇമാം നവവി പറഞ്ഞതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു,
ദീനിൽ ഒരാൾ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നു, എന്നിട്ട് ഫറആഹു ഹസന, അതിനെ നല്ലതായിട്ട് അവൻ കാണുന്നു എങ്കിൽ ഫഖദ് സഅമ അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ താൻ ചെയ്യേണ്ട ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് അംഗീകരിക്കുകയാണ് എന്നാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 സ്വലാത്ത് ഉണ്ടായിട്ട് ആ 10 സ്വലാത്ത് എത്ര നല്ലൊരു കാര്യമാണ്, എന്നിട്ട് റസൂലുള്ളാഹ് നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് വന്നാൽ അവിടെ നമ്മൾ വ്യംഗ്യമായി അംഗീകരിക്കുന്നത് റസൂലുള്ളാഹ് നമ്മെ വഞ്ചിച്ചു എന്നാണ്. അതാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എല്ലാവരും കാഴ്ചപ്പാടാൻ. നമ്മുടെ തൊട്ടടുത്ത് പ്രദേശത്ത് ചെറുശോല സൈനുദ്ദീൻ മുസ്ലിം, അദ്ദേഹം മർക്കസിൽ അധ്യാപകനായിരുന്നു. ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു സ്മരണിക എന്റെ കയ്യിലുണ്ടത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരു നിലപാടുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. നിലപാടുണ്ടായിരുന്നു. അത് ഉസ്താദന്മാർക്ക് നിലപാടുണ്ടാവണം. അതിന് ഉദാഹരണം കൊടുത്തത് എന്താ അറിയോ? ഒരു പാഠഭാഗത്തിൽ അതിന് ഉദാഹരണം കൊടുത്തത്, ഉസ്താദിനോടൊക്കെ ചോദിച്ചു, അല്ല ഉസ്താദെ, ഈ ചില പള്ളികളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10 സ്വലാത്ത് ചൊല്ലുന്ന ഒരു സമ്പ്രദായം കാണുന്നുണ്ടല്ലോ എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് ഒരു മടിയും കൂടാതെ പറഞ്ഞു, അത് തെറ്റാണ്. അവിടെയാണ് നിലപാട്. പക്ഷെ ഉസ്താദ് ഒരു കാര്യം കൂടി പറഞ്ഞു, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അവിടെ ഉസ്താദ് പറഞ്ഞത്, നിങ്ങളത് മുണ്ടണ്ട, കാരണം റസൂലുള്ളാന്റെ പേരിലുള്ള സ്വലാത്ത് മുടക്കികൾ എന്ന് നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. അങ്ങനെ ഉസ്താദ് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. ബോധ്യമായാൽ അത് ബോധ്യപ്പെടുത്തലും അനിവാര്യമാണ്. ഇത് പുസ്തകത്തിൽ അച്ചടിച്ചു വന്നതുണ്ട്. അപ്പൊ ഇതെന്തേ മനസ്സിലായത്? 10 സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സ്വലാത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പിന്നെ ഒരാള് ബറാഉ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ബറാഉ ഇബ്നു ആസിബ്, അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, നീ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ദിക്റുണ്ട്, اللهم أسلمت وجهي إليك وفوضت أمري إليك ووجهت وجهي إليك لا ملجأ ولا منجا إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. അതാണ് ദുആ. നമ്മളൊക്കെ പഠിക്കണം, ഉറങ്ങുമ്പോൾ ചൊല്ലണം, ഉറങ്ങാൻ നേരത്തെ ചൊല്ലണം. ഇത് ചൊല്ലിയിട്ട് ഉറങ്ങുക. നമ്മൾ പറഞ്ഞ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു, അതും ചൊല്ലണം. നബി പറഞ്ഞു, ഒന്നൊരു ചെല്ല്. ബറാഇനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലിക്കാട്ട്. അപ്പൊ ബറാ ഇബ്നു ആസിം തിരിച്ചു ചൊല്ലി കൊടുത്തു നബിക്ക്. അതിൽ അദ്ദേഹം ഇങ്ങനെ ചൊല്ലി, അല്ലാഹുമ്മ ഫവ്വത്തു, അതിന് ചൊല്ലിയിട്ട് പറഞ്ഞു, ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത. പിന്നെ വബി നബിയിക എന്ന് പറയുന്നതിന് പകരം വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് അദ്ദേഹം പറയാം. നബിയും റസൂലും ഒന്ന് തന്നെയാണ്. നബിയേക്കാൾ നല്ല പദാണ് റസൂൽ. അപ്പൊ നബി പറഞ്ഞില്ല, അങ്ങനെ പറയാൻ പാടില്ല, കാരണം വഹയാണ്. അവിടെ വബി നബിയിക എന്ന് തിരുത്തി കൊടുക്കാൻ നബി, വബി നബിയിക്കല്ലദീ അർസൽത. കുഴപ്പമില്ല കേട്ടോ, റസൂല് കുറച്ചും കൂടി ഉഷാറാണ്, എനിക്ക് തോന്നുന്നത് കുറച്ചും നല്ല, എന്നാ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയല്ല പറഞ്ഞത്, കാരണം വഹിയിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കമ്പനി മെയ്ഡാണ്. അതിലിഞ്ഞ് ഗ്യാസ് ഇല്ലാത്ത വണ്ടി എടുത്ത് ഗ്യാസ് കയറ്റിയാൽ അതിൻ്റെതായ ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും, ഇൻഷൂർ ഇട്ടൂല. അതുപോലെ തന്നെ കമ്പനി ഒരു കാര്യം കൃത്യമായി പരിപൂർണമാക്കി ചെയ്താൽ അതിനൊരു ലേശം കുറഞ്ഞാലും കൂടിയാലും നമ്മളത് അംഗീകരിക്കൂല, കമ്പനി അംഗീകരിക്കൂല, തൊടാൻ പാടില്ല. അതന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അല്യവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങളുടെ ദീനൊക്കെ പൂട്ടി സീൽ വെച്ചു. റളീതു ലക്കും ഇസ്ലാം ദീന, ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ജൂതം പറയാം, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്കെങ്ങാനും ആയിരുന്നുവെങ്കിൽ ആ ദിവസം ഞങ്ങൾ ആഘോഷമാക്കി മാറ്റുമായിരുന്നു. അതേതായത്ത്? ഈ ആയത്താണ്. അത്ര പെർഫെക്റ്റ്.
100%. ഇനി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനോ കുറക്കാനോ പാടില്ല, ഒരൽപ്പം. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ കാര്യവും പഠിപ്പിച്ചു, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യവും പഠിപ്പിച്ചു. ഇനി നമ്മുടെ വക സ്വർഗത്തിൽ പോകാൻ എന്ന് വിചാരിച്ചിട്ട് നല്ല കാര്യം അതിൽ കൂട്ടണ്ട, നമ്മളെ കുറക്കും വേണ്ട. ചിലപ്പോ നമുക്ക് കാണുമ്പോ തോന്നും നല്ല 24 കാരറ്റ് പരിപാടികളാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കലും അങ്ങനെയാണ്, തെറ്റിദ്ധരിക്കലും അങ്ങനെയാണ്. ഒരു നല്ല കാര്യമല്ലേ, സ്വലാത്തല്ലേ, അതെപ്പോഴും ചൊല്ലിക്കൂടെ? നിസ്കാരല്ലേ, അതെപ്പോഴും നിസ്കരിച്ചൂടെ? ഇല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ തുമ്മൻ. തുമ്മിയ എന്ത് പറയണം? തശ്മീത്, അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയാം. മൂപ്പര് തുമ്മി എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. ചില റിപ്പോർട്ടിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന്. ഒരിക്കത് കേട്ടപ്പോ ഒന്നും ഉണ്ടില്ല, വീണ്ടും തുമ്മി. എന്ന് അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അത് മതി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. തുമ്മിയാൽ അൽഹംദുലില്ലാ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ സലാത്ത് മുടക്കി എന്ന് പറയുന്നു വിചാരിച്ചിട്ട് എതിർക്കാതിരുന്നിട്ടില്ല, അതിനെ എതിർത്തു. കാരണം തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അവിടെ വസ്സലാമു അലാ റസൂലില്ലാന്നോ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാന്നോ പറയാൻ പാടില്ല. അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്. കോട്ടുവായിട്ടാൽ ചില ആളുകളൊക്കെ കോട്ടുവായിട്ടാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. തെറ്റാണ്, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. കോട്ടുവായിടുമ്പോ പരമാവധി ഫല്യഖ്ലിം, അതിനെ അടക്കി നിർത്തുക, വല്ലാതെ തൊള്ള വിളിക്കാതിരിക്കുക, അതിനെ അടക്കി വെക്കാനാ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. കോട്ടുവായിട്ടാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടില്ല. ഫഇന്ന തസാവു മിനശ് ശൈത്താൻ, കോട്ടുവായിടല് പൈശാചികമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോടത്തവിടെ നിൽക്കുക, അതിലപ്പുറം ആര് പറഞ്ഞാലും തള്ളപ്പെടണം. മൻ അഹദ, ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹദസ, പുതുതായി ഒരാൾ ഒരു കാര്യം ഉണ്ടാക്കുക, എവിടെ? ഫീ അംരിനാ ഹാദാ, ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിൽ, വേറെയുള്ളതിലല്ല. തെറ്റിദ്ധരിക്കണ്ട, വേറെ ഒരു കാര്യത്തിലും അല്ല. കുപ്പായ അടിക്കുമ്പോ ഇഷ്ടമുള്ള കുപ്പായ അടിച്ചിട്ട് ഇഷ്ടമുള്ള തുണി എടുക്കുക, അതുപോലെ ഇഷ്ടമുള്ള പോലെ പെരകയറ്റ, അതിനൊന്നും വിരോധമല്ല, അതൊന്നും കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ അതിലില്ലാത്ത ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടണം എന്നാണ്. രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാളൊരു അമൽ ചെയ്തു, അതുമേ എന്റെ കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. ചിലയിടത്ത് ഒന്ന് ഇയാളെ തന്നെ തള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ ഇയാളെ തന്നെ തള്ളണം. ചിലയിടത്ത് പറഞ്ഞത്, ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആളെയും തള്ളണം, ഈ ഉണ്ടാക്കിയ സാധനത്തിനെയും തള്ളണം എന്നാണ്. പക്ഷെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, കാരണം അത് ശിർക്കാണ്. പുതിയ നിയമം ഉണ്ടാക്കുക അള്ളാന്റെ പണിയാണ്, അള്ളയാണ് നിയമം ഉണ്ടാക്കേണ്ടത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. നിങ്ങൾ അള്ളാഹ്ക്ക് പങ്കുകാരെ നിശ്ചയിക്കുകയാണോ? ആ പങ്കുകാർ നിങ്ങൾക്ക് അള്ളാഹു അനുവദിക്കാത്തത് ദീനിൽ ഉണ്ടാക്കി തരികയാണോ എന്നൊരു ചോദ്യമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് അത് ഉണ്ടാക്കിയവനെ തള്ളണം. ഖുർആൻ പറയുന്നുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം. ഈസാ നബിയെയും മതപുരോഹിതന്മാരെയും അവരെ യജമാനന്മാരും നേതാക്കന്മാരുമായി സ്വീകരിച്ചു. അപ്പോ ഈസാ നബിനെ ദൈവമായി സ്വീകരിച്ചു, അത് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ മതപുരോഹിതന്മാരെ നേതാക്കന്മാരും ദൈവക്കാക്കി നിശ്ചയിക്കുക? നിങ്ങൾ ദൈവക്ക മതപുരോഹിതന്മാരുണ്ടാക്കുന്ന പുതിയ പുതിയ ആചാരത്തെ നിങ്ങൾ ദൈവീക നിയമമാക്കി കൊണ്ട് നടക്കുന്നു. അതൊരു മതപുരോഹിതൻ ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നാട്ടില് ഓരോ കൊല്ലത്തെ നബിദിനം വരുമ്പോഴും, ഈ ഖുത്ബയോട് ആ വിഷയം നമ്മൾ അവസാനിപ്പിക്കും, ഓരോ വർഷത്തെ നബിദിനം വരുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് കൊട്ടും പാട്ടൊന്നും ഒരു മുസ്ലിം സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോ നിർവ്യാജം, അതുപോലെ തന്നെ നിർലജ്ജം, ഒരു ലജ്ജയില്ലാതെ ദഫ് മുട്ടിയിട്ട് സ്റ്റേജിൽ നിന്ന് കൊട്ടിപ്പാടാൻ ഒരു മടിയില്ല. അത് ഉണ്ടായിത്തത് പല പല കാര്യങ്ങൾ. നമ്മളൊക്കെ റബീഉൽ അവ്വൽ ആഘോഷിച്ചവരാണ് ചെറുപ്പത്തില്.
പക്ഷെ അന്നൊന്നും സുബഹിക്ക് പോയിട്ട് മൗലൂദ് ഓതുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സാധാരണ സുബഹിക്ക് വരാത്തവനും അന്ന് നീച്ചിട്ട് അയഞ്ഞിട്ടെങ്കിലും സുബഹിക്ക് പള്ളിക്ക് പോയിട്ട് മൗലൂദ് ഓതാൻ പോകുന്നു. പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ അള്ളാഹ് ചോദിക്കാം, അവരൊക്കെ ദൈവമാക്കി നിശ്ചയിക്കാം. ഓൻ തന്നെ ദൈവം. മാലം അള്ളാഹ് അനുവദിക്കാത്തത് ദീനിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ടാണ് എല്ലാ ഖുത്ബയുടെ ആദ്യത്തെ നിങ്ങൾ കേൾക്കും റസൂലുള്ളാഹിന്റെ പ്രസംഗത്തിന്റെ ഖുത്ബത്തുൽ ഹാജ എന്ന് അതിന് പറയാം. പ്രസംഗത്തിന്റെ ആദ്യത്തിൽ പറയുന്ന വാക്ക് എന്താണ്? വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ ഫഇന്ന ഖൈറൽ ഉമൂരി വഇന്ന ശർറൽ ഉമൂരി മുഹദസാത്തുഹാ ശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല ശർറൽ ഉമൂർ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും മുഹദസാത്ത്, നിങ്ങളെ സൂക്ഷിക്കണം, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടിലാണ്. വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദ്, ഏറ്റവും നല്ല ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. റിപ്പോർട്ട് കാണാം, വഖൈറുൽ ഹുദാ വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ്, ഏറ്റവും നല്ല സന്മാർഗം അത് മുഹമ്മദ് നബിയുടെ സന്മാർഗമാണ്. അപ്പോ ശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. ചില റിപ്പോർട്ടിൽ കാണാം വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എന്തൊക്കെ ദുർമാർഗങ്ങൾ ഉണ്ടാക്കിയാലും അത് അവസാനം നരകത്തിലാണ്. അതുകൊണ്ട് മതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നുകൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. അതിനുശേഷം മതമാണ് പുതിയതാണെന്ന് വിചാരിച്ചിട്ട് എന്തെന്നെ കടത്തിക്കൂട്ടിയാലും അതെല്ലാം അപകടകരമാണ്, തള്ളിക്കളയേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതുകൊണ്ടാണ് സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന്. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അതിനപ്പുറം ഒരു കാര്യം പുതുതായി അത് എത്ര നല്ലതാണെങ്കിലും ശരി, എത്ര നല്ലതാണെങ്കിലും ശരി, നമുക്കറിയോ ഫത്ഹുൽ മുഈൻ ഇങ്ങനെ ഓതി നോക്കിയാൽ അതിൽ കാണാം ചില ദുആകളൊക്കെ സൈനുദ്ദീൻ മഖ്ദൂം പോലും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അത് ബിദ്അത്താണ്. നല്ല നല്ല ദുആയാണ്. ഓതു ഉണ്ടാക്കുമ്പോഴുള്ള ദുആ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ പഴയകാല കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലൊക്കെ കാണാൻ സാധിക്കും. മുഖം കഴുകുമ്പോൾ ഒരു ദുആ ഉണ്ട്, അല്ലാഹുവേ എന്റെ മുഖത്തുനിന്ന് ഇങ്ങനെ എല്ലാ പാപത്തെയും ഒഴിച്ചു കളയണേ. കൈ കഴുകുമ്പോൾ അങ്ങനെ ഒരു ദുആ ഉണ്ട്, കാല് കഴുകുമ്പോൾ ഒരു ദുആ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഫിഖഹിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഷാഫി ഇമാമിന്റെ അനുയായികളാണ്, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളാണ്, അത് പറഞ്ഞിട്ടുണ്ട് ഈ ദുആകളൊക്കെ തള്ളിക്കളയാണ്. ഒന്നും ശരിയല്ല. എന്താ കാരണം? ദുആയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ദുആ നല്ല അർത്ഥവത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചൊല്ലേണ്ടതല്ലാത്ത സമയത്താണ് ചൊല്ലുന്നത് എന്നതാണ്. അതുകൊണ്ട് ബിദ്അത്ത് നമ്മൾ സൂക്ഷിക്കണം. എന്താ കാരണം എന്നറിയോ? ഏത് വൻ പാപങ്ങൾ നമ്മൾ ചെയ്താലും ആ വൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യനൊരു കുറ്റബോധമുണ്ടാവും. ചെറുത് ചെയ്താൽ പോലും മനസ്സിന് പ്രയാസം. ചെറിയൊരു തെറ്റ് നമ്മൾ ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു കാര്യം, ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു നമ്മൾ കേട്ടില്ല, നമ്മുടെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പടച്ചോനെ പുറത്തു തരണേ. അല്ലെങ്കിൽ നമ്മളെ തന്നെ അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്തു, നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും, പടച്ചോനെ അത് പുറത്തു തരണം. അപ്പൊ അവന് ചിലപ്പോൾ മരിക്കാൻ നേരത്തെ തൗബ ചെയ്ത് പാപമൊക്കെ പുറത്ത് മരിച്ചു പോവും. നിങ്ങൾക്കറിയോ, ബിദ്അത്ത് ചെയ്താൽ മനുഷ്യന്റെ മനസ്സിന് യാതൊരു മനസ്സാക്ഷിക്കുത്തുണ്ടാവില്ല. ഉണ്ടാവുമോ? നിസ്കാരം കഴിഞ്ഞപ്പോ 10 സലാത്ത് ഇല്ലി, വല്ല മനസ്സാക്ഷിക്കുത്തുണ്ടാവും? ഒരാൾ തുമ്പിയിട്ട് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു റസൂലുള്ളാഹ്, മറ്റൊരാൾ തുമ്പിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, മറ്റൊരാൾ തുമ്പിയിട്ട് യാസീൻ ഓതി, മനസ്സിന് വിഷമമുണ്ടാവും. ബിദ്അത്ത് ചെയ്യുന്നവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും വലിയ ദുർമാർഗം ബിദ്അത്താണ്. ഏറ്റവും വലിയ ദുർമാർഗം ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കാണ്. അപ്പൊ മനസ്താപം ഉണ്ടാവില്ല. മനസ്താപം അല്ലെങ്കിൽ എന്ത് ചെയ്യൂല എന്നറിയോ? തൗബ ചെയ്യൂല. അതുകൊണ്ട് ഏറ്റവും വലിയ പാപം ചെയ്തോ മരിച്ചു പോകേണ്ടിയിരുന്നാണ്. അല്ലെ സൂറത്ത് ഇബാദുർ റഹ്മാൻ, സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളെ കുറിച്ച് പറഞ്ഞെടുത്ത് 10-12 വിശേഷണങ്ങൾ പറഞ്ഞപ്പോ അതിലൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. 3 വൻ പാപങ്ങൾ പറയുന്നുണ്ട്. 3 വൻ പാപങ്ങൾ പറയുന്നു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ.
അള്ളാഹുവിനോട് കൂടെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. അത് ശിർക്കാണ്. ഒന്ന് ശിർക്ക്. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. കൊലപാതകം നടത്തൂല. കൊലപാതകം. രണ്ടാമത്തെ എന്ന് പറയാം. വലാ യസ്നു, വ്യഭിചരിക്കൂല. 3 വലിയ തിന്മ. ഇസ്ലാമിലെ ശരീഅത്തിലെ ഏറ്റവും വലിയ 3 തിന്മകൾ അല്ലാഹ് പറയാൻ. അതൊന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. അത് ചെയ്താൽ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. യുളാഫു ലഹുൽ അദാബു യൗമുൽ ഖിയാമ. പരലോകത്ത് ഇരട്ടി ശിക്ഷയുണ്ടാകും. യഖ്ദു ഫീഹി മുഹാന. അവിടെ നിന്ദനായി നരകത്തിൽ കിടക്കേണ്ടി വരും. അല്ലാഹ് എന്താ പറഞ്ഞു? നിങ്ങള് ശിർക്ക് ചെയ്താൽ, കൊലപാതകം നടത്തിയാൽ, ഇത് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയട്ടോ, തെറ്റിദ്ധരിക്കരുത്. ബിദ്അത്തിന്റെ ഒരു ഗൗരവം എത്രത്തോളം എന്നറിയാൻ വേണ്ടി പറയാം. അപ്പൊ ശിർക്ക് ചെയ്താൽ, അതുപോലെ കൊലപാതകം നടത്തിയാൽ, വ്യഭിചരിച്ചാൽ മനസ്സാപുണ്ടാവും. അവൻ തൗബ ചെയ്യാ. ഇല്ലാമൻ താബ, തൗബ ചെയ്തു. വാമന, വീണ്ടും വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു. വാമില അമലൻ സാലിഹ, അവൻ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല ഒരു മുത്തഖിയായിട്ട് പിന്നീട് ജീവിക്കാൻ തുടങ്ങി. അല്ലാഹ് എന്താ ചെയ്യാ? ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇവന്റെ തൗബയുടെ ശക്തി കൊണ്ട് അവൻ ചെയ്ത തിന്മകളെ നന്മയാക്കി കൊടുക്കും. നന്മയാക്കി കൊടുക്കും. തിന്മകൾ പോലും നന്മയാക്കി മാറ്റും. അങ്ങനെ തന്നെ പറഞ്ഞു. യുബദ്ദിലുല്ലാഹു, അല്ലാഹ് മാറ്റിമറിക്കും. സയ്യിആതിഹിം, അവരുടെ തിന്മകളെ ഹസനാത്ത്, നന്മയായിട്ട്. എന്താ കാരണം? അവൻ തൗബ ചെയ്താൽ. എന്നാ ബിദ്അത്തിന്റെ പ്രത്യേകത എന്താ ചൊല്ലു? ബിദ്അത്ത് ഒരാളും തൗബ ചെയ്യൂല. ബിദ്അത്തായ ഒരു സംഗതി ചെയ്തത് കൊണ്ട് ആരും തൗബ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ശിർക്കിനേക്കാളും കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയായിട്ടാണ് പണ്ഡിതന്മാർ ബിദ്അത്തിനെ കാണുന്നത്. കാരണം അതങ്ങനെയാണ്, നല്ല രൂപത്തിലാണ് വരിക. നിസ്കാരത്തിന്റെ ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന നമ്മൾ ഉണ്ടാക്കിയതാണ്, മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അതിന് മാതൃകയില്ല. കിതാബിലും അതിന് തെളിവില്ല. ഒരു കിതാബിലും തെളിവില്ല. കാരണം ഒരു ബിദ്അത്ത് വന്നാൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നു. നിസ്കാരത്തിന്റെ ശേഷം എന്ത് വേണം? നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറകത യാ ജലാലി വൽ ഇക്റാം ചൊല്ലണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അത് ചൊല്ലണം. പിന്നെന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലണം. ഇത് വേണം. പക്ഷേ അവിടെ ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുകയും ഇമാമിന് ശ്വാസം മുട്ടുമ്പോൾ ദുആ നിർത്തുകയും മൗമൂമുകൾ ആമീൻ പറയുകയും ചെല്ലുന്ന ഒരു സമ്പ്രദായം റസൂലുള്ളാഹി എത്രയോ കാലം നിസ്കരിച്ചു. നിസ്കാര നിർബന്ധത്തിന്റെ ശേഷം, അതിന് ശേഷം റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. ഫത്ഹുൽ മുഈൻ നോക്കി, ഫത്ഹുൽ മുഈൻ കാണാം ഇമാം നിസ്കാരത്തിന്റെ ശേഷം എന്ത് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തും കിതാബിലുണ്ടാവും. എന്തും കിതാബിലുണ്ടാവും. എന്ത് ചെയ്യണം? നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കിതാബിലുണ്ട്, ഫത്ഹുൽ മുഈനിലുണ്ട്. നിസ്കാര ശേഷം ഇമാം എന്ത് ചെയ്യണം? ഫഅമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദീ ഹുവ അഫ്ളലു ലഹു ഫൽ അഫ്ളലു ലഹു ജഅലു യമീനിഹി ഇലൽ മഅ്മുമീന വയസാരിഹി ഇലൽ ഖിബ്ല. ആരോടും നിങ്ങൾ ചോദിച്ചോളൂ, കിതാബിലുള്ളതാണ്. ഇമാം എന്ത് ചെയ്യണം നിസ്കാരം കഴിഞ്ഞാൽ? അവന് എഴുന്നേൽക്കലാണ് ഏറ്റവും ഉത്തമം. നിസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേൽക്കണം. ഇമാം അവിടുന്ന് എഴുന്നേൽക്കണം. ഏറ്റവും ഉത്തമം അതാണ്. അതൊഴിവാക്കിയാൽ അവൻ എന്ത് ചെയ്യണം? ജഅലു യമീനിഹി ഇലൽ മഅ്മുമീൻ, വലതു ഭാഗം മഅ്മുമീങ്ങളിലേക്കാക്കിയിട്ട് അവൻ തിരിഞ്ഞിരിക്കണം. വയസാരിഹി ഇലൽ ഖിബ്ല, ഇടതു ഭാഗം ഖിബ്ലക്കും വലതു ഭാഗം മഅ്മുമീങ്ങൾക്കുമായിട്ട് ഇമാം തിരിഞ്ഞിരിക്കണം. എന്തിന്? നിസ്കാരം കഴിഞ്ഞു എന്നറിയാൻ. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഇമാമിന് ഏറ്റവും ഉത്തമം നിസ്കാരം കഴിഞ്ഞു എന്ന് വരുന്നവരെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തിരിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം. ഉത്തമം എഴുന്നേറ്റ് പോകലാണ്. അവിടെ ഇമാം ഉണ്ടാകാൻ പാടില്ല, എഴുന്നേറ്റ് പോകലാണ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ നിന്ന് വന്നു? നമ്മുടെ പള്ളികളിൽ കൂട്ടമായ പ്രാർത്ഥന. അത് ഉസ്താദിന് ഒഴിവുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഉണ്ടാവും. ഉസ്താദിന് ഒഴിവില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഉണ്ടാവില്ല. ബാക്കിയുള്ളവന്റെ കൂടി മുടങ്ങും. അതുകൊണ്ട് ഒരു സുന്നത്ത് വന്നാൽ, ഒരു ബിദ്അത്ത് വന്നാൽ അവിടെ നഷ്ടപ്പെടുന്നത് സുന്നത്താണ്. അൽ കഹ്ഫിൽ ഒരു ആയത്തുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമലുകളെ നഷ്ടപ്പെടുത്തിയ ആളുകളെ നമുക്ക് പറഞ്ഞു തരട്ടെ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ അവരുടെ അധ്വാനം വൃഥാവിലായി. എന്താ കാരണം? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ്.
പല മഹാന്മാരും അതിനെ ബിദ്അത്തിനോട് ഉപമിച്ചിട്ടുണ്ട്. ബിദ്അത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന സൂചന പല മഹാന്മാരും നൽകിയിട്ടുണ്ട്. ബിദ്അത്തിനെ എതിർക്കുമ്പോൾ പല മഹാന്മാരും ഈ ആയത്തോതി വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. അത് കുഫാറുകളെ സംബന്ധിച്ചിറങ്ങിയതാണ്. അവർ കാഫിറുകളാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് കണ്ടുമുട്ടുമെന്ന ഭയം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പോലും അതിന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് എന്ന് വിചാരിക്കാൻ. ചെയ്യുന്നത് നല്ല കാര്യം അങ്ങനെയല്ല, നമുക്ക് തോന്നുന്നതല്ല നന്മ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളിലെ കാര്യകർത്താക്കളെയും അനുസരിക്കണം. പക്ഷേ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കൊരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കോ റസൂലിലേക്കോ മടക്കേണ്ടതെന്നാ. അവിടെ ഉലിൽ അംറിലേക്ക് മടക്കാൻ പറഞ്ഞിട്ടില്ല. അനുസരിക്കാൻ ഉലിൽ അംർ അനുസരിക്കണം. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ അവിടെ ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്നാ. ദുനിയാവിന്റെ കാര്യങ്ങളല്ല. ഞാൻ നേരത്തെ ഓതിയ അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ വസ്സാഉ മാ ലം യഅ്ദൻ ബിഹില്ല എന്ന ആയത്ത് സൂറത്ത് ശൂറായിലാണ്. ആ സൂറത്ത് ശൂറായിൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നുണ്ട്, വഅംറുഹും ശൂറാ ബൈനഹും. അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അവർ തീരുമാനിക്കുക. അത് ദുനിയാവിന്റെ കാര്യങ്ങളാണ്. എന്നാൽ ആഖിറത്തിന്റെ കാര്യം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റൂല. നമ്മുടെ കമ്മിറ്റിയോട് തീരുമാനിക്കുക. എല്ലാ ആഴ്ചയും ഇവിടെ കുത്തുബേത്ത് പറ്റൂല. നമ്മുടെ കമ്മിറ്റി തീരുമാനിക്കുക. ഇനി വരുന്ന മൊയ്ലിയരോട് എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഒരു 15 സലാത്ത് ചെയ്യാൻ പറയാം. അങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടതല്ല ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം അത് കൃത്യമാണ്, പെർഫെക്റ്റ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഒരു 2-3 കാര്യങ്ങൾ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തത്, ബിദ്അത്ത് ചെയ്യുന്നവരുടെ അമല് അല്ലാഹു സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞു, അമലുകൾ അല്ലാഹു സ്വീകരിക്കാനുള്ള മാർഗം ഒന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് മുതാബഅത്തുർ റസൂല, റസൂലിനെ പിൻപറ്റിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് മുഹ്സിൻ. ഹുസ്ൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞാൽ നന്മ അല്ലാഹു നിശ്ചയിക്കുന്ന, റസൂൽ നിശ്ചയിക്കുന്ന നന്മയാണ്. അതുകൊണ്ടാണ് വഹുവ മുഹ്സിനുൻ എന്ന് പറഞ്ഞത് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മുതാബഅത്തുർ റസൂൽ നമുക്ക് തീരുമാനിക്കണമല്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നതല്ല, റസൂലുള്ള പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ബിദ്അത്തുകാരന്റെ തൗബയെ അല്ലാഹു സ്വീകരിക്കില്ല. ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാം, വിരോധമല്ല. പക്ഷെ ബിദ്അത്തുകാരന്റെ തൗബ, ബിദ്അത്തിലൂടെ മരണപ്പെട്ടു പോകുന്ന ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് ഹൗദുൽ കൗസർ ഉണ്ട്. കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഹൗദുൽ കൗസർ. ഈ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരും. അതൊന്ന് കുടിച്ചാൽ അതിന്റെ പ്രത്യേകത ലാ യളമഉ ബഅദഹു അബദ, ശേഷം ഒരിക്കലും ഒരു ദാഹം ഉണ്ടാവില്ല. ഒരു ദാഹം ഉണ്ടാവില്ല. പിന്നെ ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല. ആ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി വരുമ്പോ അത് റസൂലുള്ള പറഞ്ഞത്, അനുവദിക്കപ്പെടാത്ത ഒട്ടകങ്ങളെ ആട്ടി അകറ്റുന്നത് പോലെ ആട്ടി അകറ്റും ഒരു വിഭാഗം ആളുകളെ. ഇപ്പോ നമ്മളിപ്പോ ഒരു ആട്ടിനും പറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടുണ്ട്. നമ്മളെ ഒട്ടകമുണ്ട്, വേറുള്ള ഒട്ടകമുണ്ട്. നമ്മളിവിടെ വെള്ളം കാട്ടുമ്പോ എല്ലാവരും കൂടി വെള്ളം കുടിക്കാൻ വരുമ്പോ നമ്മളെ ഒട്ടകങ്ങളല്ലാത്തവരൊക്കെ നമ്മൾ എറിഞ്ഞാട്ടൂലേ, അതേപോലെ ആട്ടുന്നാണ് ശരിക്കും അതിന്റെ ഉദാഹരണം. റസൂലുള്ളാഹി പറഞ്ഞ ആലോചിച്ചു, ഒരു വിഭാഗം ആട്ടപ്പെടുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഉമ്മത്താണ്, അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കണം എന്ന് പറയുമ്പോ അള്ളാഹു പറയും, മുഹമ്മദേ നിനക്കറിയില്ല, നിനക്ക് ശേഷം ദീനിൽ ഇവർ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല എന്ന് പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ദീനി. അതുകൊണ്ട് ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ, എന്റെ ദീനിൽ കളങ്കമുണ്ടാക്കിയവൻ, എന്റെ ദീനിനെ മാറ്റിമറിച്ചവർ ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞ് പിന്മാറും എന്നാണ്. അപ്പൊ ഹൗദുൽ കൗസർ കിട്ടില്ല. അതുപോലെ തന്നെ നരകം ആയിരിക്കും. നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളറിയാതെ നാട്ടുകാർ കാണിക്കുന്ന നന്മയിലൊക്കെ, അല്ലെങ്കിൽ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പങ്കാളിയായാൽ അത് നരകമാണ്. എപ്പോഴും റസൂലുള്ളാഹി താക്കീത് നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പല റിപ്പോർട്ടിലും അങ്ങനെ വന്നിട്ടുണ്ട്.
കുല്ലു ബിദ്അത്തിൻ ളലാല, എന്ത് ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ലലാലത്തുകളും വഴികേടിലാണ്, അത് നരകത്തിലാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഒന്നേ ഉള്ളൂ. വളാഞ്ചേരിക്ക് പല സ്ഥലത്ത് കൂടിയും വഴിയുണ്ടാവും, വളാഞ്ചേരിക്ക് വഴിയുണ്ട്. അതുപോലെ അല്ല സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്കുള്ള വഴി ഒരൊറ്റ വഴിയുള്ളൂ. ഇന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഹു. റസൂലുള്ളാഹ് ഒരിക്കൽ വര വരയ്ക്കാൻ, ഒരു വര വരച്ചിട്ട് കുറെ വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇങ്ങനെ ഓതി കൊടുത്ത ഒരു ആയത്താണ് ഇന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ ശരിയായ മാർഗം, ഫത്തബിഹു, ആ ശരിയായ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം. വലാ തത്തബിഉ സുബുല, കുറെ വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിട്ട് പറഞ്ഞു ഈ വരകളിലൂടെ നിങ്ങൾ പോകരുത്, അങ്ങനെ പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അത് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും, തെറ്റിക്കും. അതുകൊണ്ട് അത് അള്ളാഹു ഉപദേശിക്കുന്ന ഒരു ഉപദേശങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് നരകത്തിൽ രക്ഷപ്പെടാൻ കാണുന്നതല്ല, നാട്ടിൽ കാണുന്നതല്ല, നമ്മൾ പഠിക്കുന്നതാണ്. ഖുർആനും ഹദീസും ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതാണ് യഥാർത്ഥ ദീന് എന്ന് മനസ്സിലാക്കുക. അതിന്റെ അപ്പുറം എത്ര സുന്ദരമായത് കണ്ടാലും, എത്ര നന്നു എന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം ബിദ്അത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടും. റസൂലുള്ളാഹി താക്കീത് നൽകിയിട്ടുണ്ട്. അത് അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി വഞ്ചകനാണ് എന്ന് സമ്മതിക്കലാണ്. ഇമാം മാലിക് പറഞ്ഞതുപോലെ എന്നുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.